ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസിന് ഒടുക്കത്തെ തലവേദനയാണ്. പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലെല്ലാം കോൺഗ്രസിൽ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നതിന്റെ സൂചനകളുമുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ്. 31 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട പട്ടികയ്ക്ക് AICC അംഗീകാരം നൽകിയപ്പോൾ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പെരുമ്പാവൂരിൽ നിന്ന് ഒഴിവാക്കി. യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനും ആദ്യ പട്ടികയിൽ ഇടം ലഭിക്കാത്തതിന് പിന്നാലെ എൽദോസിന്റെ സീറ്റും താൽക്കാലികമായി മാറ്റിവെച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 2 തവണ പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച എൽദോസ് കുന്നപ്പള്ളിക്ക് ഇത്തവണ തിരിച്ചടിയായത് പ്രധാനമായും ക്രിമിനൽ കേസുകളാണ്. അധ്യാപിക നൽകിയ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. ക്ലീൻ ഇമേജ് ഉള്ളവർക്ക് മുൻഗണന നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെയും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെയും കർശന നിലപാടാണ് സിറ്റിംഗ് MLAക്ക് വിനയായത്. കൂടാതെ പെരുമ്പാവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും എൽദോസിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. എൽദോസിനെ വീണ്ടും മത്സരിപ്പിച്ചാൽ തിരിച്ചടിയാകുമെന്ന് കാട്ടി ഇവർ ഹൈക്കമാൻഡിന് പരാതി നൽകുകയും ചെയ്തു. സമുദായ സംഘടനകൾക്കിടയിലുള്ള അതൃപ്തിയും എൽദോസിനെതിരായ നീക്കങ്ങൾക്ക് കരുത്തേകി. പാലക്കാട്ടെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയും സമാനമായ രീതിയിലാണ് കേസുകളും വിവാദങ്ങളും ഉയർന്നു വന്നത്. അതും മാങ്കൂട്ടത്തിലിന് തിരിച്ചടിയായി. രാഹുലിന്റെ സീറ്റിലെന്ന സൂചനകൾക്ക് പിന്നാലെ എൽദോസിനെയും ആദ്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദ നായകരായ സിറ്റിംഗ് MLAമാരെ മാറ്റി നിർത്തുക എന്ന കോൺഗ്രസ് നയത്തിന്റെ ഭാഗമാണെന്ന് കരുതാം. എൽദോസിന് പകരം എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസിനെ പെരുമ്പാവൂരിൽ ഇറക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ജില്ലയിലെ മികച്ച പ്രവർത്തന പാരമ്പര്യവും വിവാദരഹിതമായ വ്യക്തിത്വവും ഉല്ലാസിന് തുണയാകും. എന്നാൽ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന എൽദോസ് കുന്നപ്പള്ളി തന്റെ സീറ്റിനായി അവസാനവട്ട സമ്മർദ്ദം തുടരുകയാണ്. KPCCയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്നും താൻ മത്സരിക്കാൻ യോഗ്യനാണെന്നുമാണ് എൽദോസിന്റെ അവകാശവാദം. 2017 കേസ് M വിൻസെന്റിനും കുരുക്കായി. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ പാർട്ടി നടപടി നേരിട്ടയാളാണ് M വിൻസെന്റ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയപ്പോൾ അതിജീവിത രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകുകയായിരുന്നു. പിന്നാലെയാണ് വിൻസെന്റിനെ പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. അതേസമയം എൽദോസ് കുന്നപ്പള്ളിയെ മത്സരിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമ്മർദ്ദം തുടരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തടയരുതെന്നും അത് എറണാകുളത്തെ പ്രബല ശക്തിയായ യാക്കോബായ സഭയുടെ അതൃപ്തിക്ക് ഇടയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമിതിയിലുള്ള നേതാക്കളെ ചെന്നിത്തല അറിയിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം പെരുമ്പാവൂർ, സുൽത്താൻ ബത്തേരി സീറ്റുകളിൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എൽദോസും IC ബാലകൃഷ്ണനും മത്സരിക്കട്ടെ എന്ന നിലപാടാണ് KPCC സ്വീകരിച്ചത്. പക്ഷേ ഇരുവർക്കുമെതിരെ നിലവിൽ കേസുകളുള്ള സാഹചര്യത്തിൽ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ചർച്ചകൾക്കായാണ് എൽദോസ് കുന്നപ്പള്ളി MLA കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയത്.